അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നിങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ലളിതമായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായും മുഹറം 10 ആഷുറായിൻ്റെ നോമ്പിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ദിനത്തിലെ നോമ്പും അതേപോലെ ഈ ദിനത്തിൽ നമ്മൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ദിക്റുകളും, അതായത് എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ദിക്റുകൾ, അവ കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. ഏതായാലും ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ആദ്യം ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ഈ വിശുദ്ധമായ മുഹറം 10 ആഷുറായിൻ്റെ നോമ്പ് ഈ വർഷം നമ്മൾ എപ്പോഴാണ് അനുഷ്ഠിക്കേണ്ടത്? ഈ വിഷയത്തിൽ ഒരുപാട് പേർക്ക് വ്യത്യസ്ത കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതൊക്കെ ഈ ഒറ്റ വീഡിയോ കാണുന്നതിലൂടെ മാറിക്കിട്ടും. മാത്രമല്ല, ഈ ദിനത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത്, നിയത്ത് മറന്നാൽ എന്താണ് പരിഹാരം, അതേപോലെ വിശുദ്ധ റമദാൻ മാസം നോമ്പ് ഖദാ ഉള്ള വ്യക്തിക്ക് ഈ ദിനം നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ, അങ്ങനെ പറ്റുമെങ്കിൽ അവർ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത്, നോമ്പ് നേർച്ചയാക്കിയവർക്ക് ഈ ദിനം നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ, അവർ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത്. അതുപോലെ ഈ നോമ്പിനിക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് മഹത്വങ്ങൾ, ഈ ദിനം നമുക്ക് നോമ്പ് അനുഷ്ഠിച്ചാൽ ലഭ്യമാകുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് മഹത്വങ്ങൾ, അവ കൂടി ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു തരാം. മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, ഈ വിശുദ്ധമായ മുഹറം 10 മാത്രമായി നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ, അതായത് 9-നോ 11-നോ നോൽക്കാതെ 10 മാത്രമായി നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. അവ കൂടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതേപോലെ 9-നും 10-നും 11-നും 3 ദിനങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ളതും പല ആളുകൾക്കുണ്ടാകുന്ന കൺഫ്യൂഷൻസ് ആണ്. അതൊക്കെ മാറിക്കിട്ടുന്ന രൂപത്തിൽ ഏറ്റവും ലളിതമായ ഒരു അവതരണമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. ആദ്യം നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫിഖിൻ്റെ കിതാബുകളിൽ പ്രത്യേകിച്ച് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിൻ്റെ നമുക്കൊക്കെ അറിയുന്ന ഫത്ഹുൽ മുഈൻ, ആ ഫത്ഹുൽ മുഈൻ എടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. മഹാനവറുകൾ ഈ നോമ്പ് സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നിടത്ത്, അതായത് സുന്നത്തായ നോമ്പുകളെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് മഹാനവറുകൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, ചില ദിനങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നു. അവിടെ ശക്തമായ സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നിടത്ത് അവിടെ ആദ്യം എണ്ണുന്ന ഒരു ദിനമാണ് അറഫ ദിനം. നമുക്കറിയാം, ദുൽഹിജ്ജ 9-നിക്കാണ് അറഫ ദിനം എന്ന് പറയാം. അറഫ ദിനം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്താണ്. അത് കഴിഞ്ഞ് രണ്ടാമത് എണ്ണുന്ന ഒരു ദിനമാണ് ആഷുറായിൻ്റെ ദിനം. ആഷുറായിൻ്റെ ദിനം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നു. എന്നിട്ട് പഠിപ്പിക്കുന്നു, ഈ ആഷുറായിൻ്റെ ദിനം എന്ന് വെച്ചാൽ എപ്പോഴാണ്? വഹുവ ആഷുറുൽ മുഹറം, അതായത് മുഹറം 10 ദിനത്തിനിക്കാണ് ആഷുറായിൻ്റെ ദിനം എന്ന് പറയാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മഹത്വം കൂടി ഞാൻ ഇങ്ങോട്ട് സൂചിപ്പിക്കുകയാണ്. മഹാനവറുകൾ തുടർന്ന് നമ്മോട് പഠിപ്പിക്കുകയാണ്, ലി അന്നഹു യുകഫിറു സനത്തൽ മാദിയ കമാഫി മുസ്ലിം, അതായത് മുസ്ലിം റഹിമുള്ള റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലുള്ളതുപോലെ ഈ ആഷുറായിൻ്റെ നോമ്പ് എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ കാരണമാകും എന്നുള്ളത്. അതായത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ച കാര്യമാണ്, ആഷുറായിൻ്റെ ദിനം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ കാരണമാകും എന്നുള്ളത്. അതുകൊണ്ട് ഈ ദിനം നമ്മൾ മാക്സിമം എല്ലാ ആളുകളും നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തീരെ നോമ്പ് നോൽക്കാൻ പറ്റാത്ത വ്യക്തികൾ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി ഞാൻ അവസാനം പറഞ്ഞു തരാം. നിങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചു കേട്ടിരിക്കണം. ഏതായാലും ഈ വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ വർഷം നമ്മൾ എപ്പോഴാണ് ആഷുറായിൻ്റെ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത്. ആ സംശയങ്ങളൊക്കെ മാറിക്കിട്ടുന്ന രൂപത്തിൽ വലിച്ചു നിട്ടാതെ ഒറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇതിനെപ്പറ്റി കൃത്യമായി കഴിഞ്ഞ 2 വീഡിയോകൾക്ക് മുന്നേ ഉള്ള വീഡിയോയിൽ സംസാരിച്ചതുകൊണ്ട് കൂടുതൽ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രമാണ് പറയുന്നത്, അതായത് നമ്മുടെ ഖാദി. ഇങ്ങനെ പറയുമ്പോൾ പല ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ആരെയും പണ്ഡിതന്മാരെയും ആരെയും കുറ്റപ്പെടുത്താതെ നല്ല രൂപത്തിൽ എല്ലാവരെയും ബഹുമാനിച്ചൊക്കെ കടന്നു പോകുന്നവരായിരിക്കും എൻ്റെ വീഡിയോ കേൾക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും. എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ സംഘടനയിൽപ്പെട്ട എല്ലാ ആലിമീങ്ങളെയും നല്ല രൂപത്തിൽ ബഹുമാനിക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യുന്നവരൊക്കെ ആയിരിക്കും നിങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യമാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്, നമ്മുടെ മഹല്ലിൽ അല്ലെങ്കിൽ നമ്മുടെ ഖാദി, അപ്പോൾ നമ്മുടെ മഹല്ലിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഖാദി, നമ്മുടെ ഖാദി ആരാണോ, അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം ഖാദിക്ക് ഈ മാസപ്പിറവി പ്രഖ്യാപിക്കൽ മാത്രമല്ല, ഒരുപാട് ഡ്യൂട്ടീസ് ഖാദിക്കുണ്ട്. അതൊക്കെ പറ്റുമെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. എന്നാൽ നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കാം, നമ്മുടെ ഖാദി. അപ്പോൾ നമ്മുടെ മഹല്ലിലെ ഒരു ഖാദി എന്നാണോ മുഹറം 1 പ്രഖ്യാപിച്ചത് അതിനനുസരിച്ച് മുഹറം 10 നമ്മൾ കൊണ്ടാടാം. അപ്പോൾ നമ്മുടെ ഖാദി പ്രഖ്യാപിച്ചത് മുഹറം 1 വെള്ളിയാഴ്ചയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹറം 10 വരിക ഞായറാഴ്ചയാണ്. അല്ല, നമ്മുടെ ഖാദി പ്രഖ്യാപിച്ചത് മുഹറം 1 ശനിയാഴ്ചയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹറം 10 വരിക തിങ്കളാഴ്ചയാണ്. അത് ഞായറാഴ്ച ആയിക്കോട്ടെ തിങ്കളാഴ്ച ആയിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ്, നമ്മൾ ഖാദിനെ ഫോളോ ചെയ്യുക. അങ്ങനെ ഖാദിനെ ഫോളോ ചെയ്ത് നമ്മൾ ഈ ദിനം നല്ല രൂപത്തിൽ അമൽ ചെയ്യുകയാണെങ്കിൽ ഇതിൽ വലിയ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അതുകൊണ്ട് നമ്മുടെ ഖാദിമാർ എന്നാണോ, അതായത്
തൊട്ടപ്പുറത്തെ മഹലിലെ കാലി പ്രഖ്യാപിച്ചത് ഒരു പക്ഷേ മുഹറം 1 വെള്ളിയാഴ്ചയും തൊട്ടിപ്പുറത്തുള്ള മഹലിലെ കാലി പ്രഖ്യാപിച്ചത് മുഹറം 1 ശനിയാഴ്ചയും ആയിരിക്കും. അതിലൊന്നും ഒരു പ്രശ്നമില്ല. അത് കാദിമാർക്ക് അവരുടേതായ രൂപത്തിലുള്ള കൃത്യമായ വിശദീകരണങ്ങൾ ഉണ്ടാകും. നമ്മൾ അതിലേക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. നമ്മുടെ മഹലിലെ കാലി അല്ലെങ്കിൽ നമ്മുടെ കാലി എന്നാണ് മുഹറം 1 പ്രഖ്യാപിച്ചത് അന്ന് നമ്മൾ മുഹറം 1 കണക്കാക്കുക. അതിനനുസരിച്ച് മുഹറം 10 നമ്മൾ കൊണ്ടാടുക. അപ്പോൾ വെള്ളിയാഴ്ചയാണ് മുഹറം 1 എങ്കിൽ മുഹറം 10 വരിക ഞായറാഴ്ചയാണ്. മുഹറം 1 ശനിയാഴ്ചയാണെങ്കിൽ മുഹറം 10 വരിക തിങ്കളാഴ്ചയാണ്. ആ രൂപത്തിൽ നമ്മൾ ഇബാദത്ത് ചെയ്താൽ മതി. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഈ ദിനം നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് കരുതേണ്ടത് എന്നുള്ളതാണ്. അവിടെ മനസ്സിലാക്കുക, മുഹറം 10-ക്കാണല്ലോ ആഷുറായിൻ്റെ ദിനം എന്ന് പറയാം. അപ്പോൾ നാളത്തെ ആഷുറായിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയ്യത്ത് വെച്ചാൽ മതി. നിയ്യത്ത് മലയാളത്തിലാണെങ്കിൽ കുഴപ്പമില്ല. നിയ്യത്ത് മനസ്സുകൊണ്ട് കരുതുക എന്നുള്ളതാണ് നിർബന്ധം. ഒപ്പം വായ കൊണ്ട് പറയൽ നല്ലതാണ്. അപ്പോൾ നാളത്തെ മുഹറം 10-ന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെച്ചാലും മതി. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ നാളത്തെ ആഷുറായിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയ്യത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഈ മുഹറം 9 കൂടി നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ എന്നുള്ളതാണ് പല ആളുകൾക്കുണ്ടാവുക സംശയം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി മാക്സിമം മുഹറം 9 കൂടി നോമ്പനുഷ്ഠിക്കുക. അതിനുള്ള കൃത്യമായ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ ഞാൻ നിങ്ങളോട് സംസാരിച്ചതുകൊണ്ട് ഈ വീഡിയോയിൽ അതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നില്ല. പറ്റുമെങ്കിൽ മാക്സിമം മുഹറം 9 കൂടി നോമ്പനുഷ്ഠിക്കുക. അങ്ങനെയാകുമ്പോൾ മുഹറം 9-നും 10-നും 2 ദിനങ്ങളും നോമ്പനുഷ്ഠിക്കാം. ഇനി ഈ മുഹറം 9 ഒരു വ്യക്തിക്ക് നോമ്പനുഷ്ഠിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതിന് പകരം മാക്സിമം മുഹറം 11 നോമ്പനുഷ്ഠിക്കാം. അപ്പോൾ മുഹറം 10-നും 11-നും അങ്ങനെ നോമ്പനുഷ്ഠിക്കാം. ഇനി മുഹറം 9 നോമ്പനുഷ്ഠിച്ചിട്ടില്ല, 11 നോമ്പനുഷ്ഠിച്ചില്ല, 10 മാത്രമായിട്ട് ഒരു വ്യക്തി നോമ്പനുഷ്ഠിക്കാം. അങ്ങനെ നോമ്പനുഷ്ഠിച്ചാലും ശരിയാകും. അപ്പോൾ 10 മാത്രമായിട്ട് നമുക്ക് നോമ്പനുഷ്ഠിക്കാം. പക്ഷേ പറ്റുമെങ്കിൽ മാക്സിമം 9-നും 10-നും അനുഷ്ഠിക്കാം. ഇനി 9 അനുഷ്ഠിച്ചില്ല എങ്കിൽ 10-നും 11-നും അനുഷ്ഠിക്കാം. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അത് മാത്രമല്ല, ഒരു വ്യക്തിക്ക് 9-നും 10-നും 11-നും 3 ദിനങ്ങളും നോമ്പനുഷ്ഠിക്കാൻ പറ്റുമോ? അങ്ങനെ 3 ദിനങ്ങളും നോമ്പനുഷ്ഠിക്കാം. അങ്ങനെ 3 ദിനങ്ങളും നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതും സുന്നത്താണ്. അത് ഫതുഹുൽ മുഈൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് മുഹറം 11-ക്ക് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് മുഹറം 9-ക്ക് നോമ്പനുഷ്ഠിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഇനി അത് മാത്രമല്ല, മുഹറം 9-ക്ക് ഒരാൾ നോമ്പനുഷ്ഠിച്ചാലും ആ വ്യക്തിക്ക് തന്നെ മുഹറം 11-ന് കൂടി നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് സുന്നത്തുള്ള കാര്യം തന്നെയാണ്. ആവശ്യം മനസ്സിലാക്കുക. ഏതായാലും മുഹറം 10-ന് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. മാത്രമല്ല നമ്മുടെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടാനുള്ള ഒരു കാരണം കൂടിയാണ് മുഹറം 10-ലെ നോമ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ മുഹറം 10-ന് നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തി എങ്ങനെയാണ് നിയ്യത്ത് കരുതേണ്ടത്? നാളത്തെ ആഷുറായിൻ്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്നുള്ളതാണ്. ഇനി ഈ നിയ്യത്തുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്നാമത്, ഈ നിയ്യത്ത് ഒരാൾ അത്തായ സമയത്ത്, അതായത് സുബ്ഹിക്ക് മുമ്പ് അത്തായത്തിനുള്ള കുറച്ച് സമയമുണ്ടല്ലോ, ആ അത്തായ സമയത്ത് നമ്മൾ ഉണർന്ന് അത്തായം കഴിക്കുന്ന ആ സമയത്താണ് നമ്മൾ നിയ്യത്ത് കരുതെങ്കിൽ പോലും, അതായത് സുബ്ഹിക്ക് ബാങ്കിന് ഒരൽപ്പം മുമ്പായിട്ടാണ് നമ്മൾ നിയ്യത്ത് കരുതെങ്കിൽ പോലും ആ നിയ്യത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇന്ന് എന്നല്ല, ആ നിയ്യത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇനി മനസ്സിലാക്കുക, ഒരാൾ സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ നിയ്യത്ത് മറന്നുപോയി എങ്കിൽ നമ്മുടെ ഷാഫി മദ്ഹബിൽ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഹാരമുണ്ട്. എന്താണ്? അതായത് ഒരാൾ സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ നിയ്യത്ത് മറന്നു പോയാൽ കൃത്യമായി ശ്രദ്ധിക്കുക, ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയ്യത്ത് വെച്ചാൽ മതി. അപ്പോൾ സുന്നത്തായ നോമ്പുകളുടെ നിയ്യത്ത് രാവിലെ വെച്ചാലും മതി, ശരിയാകും. അപ്പോൾ ഇന്നത്തെ ആഷുറായിൻ്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയ്യത്ത് വെച്ചിട്ട് ഒരാൾ രാവിലെ നിയ്യത്ത് വെക്കാൻ അങ്ങനെ നിയ്യത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാൻ ശരിയാണ്. മനസ്സിലാക്കാം, സുന്നത്തായ നോമ്പുകൾക്ക് രാവിലെ നിയ്യത്ത് വെച്ചാലും ശരിയാകും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? സുബ്ഹി ബാങ്കിന് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ സുബ്ഹി ബാങ്കിന് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഷർത്തോടെ കൂടെ സുന്നത്തായ നോമ്പുകളുടെ നിയ്യത്ത് പകൽ സമയത്ത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് കരുതിയാലും ശരിയാകും എന്നുള്ളതാണ് നമ്മുടെ ഷാഫി മദ്ഹബിൽ തന്നെ. ആവശ്യം മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഫർദായ നോമ്പുകളുടെ നിയ്യത്താണെങ്കിൽ രാത്രി തന്നെ സംഭവിച്ചിരിക്കണം. അത് നോമ്പ് റമദാൻ മാസത്തിൽ മാത്രമല്ല, ഖദാ വീട്ടുന്ന നോമ്പായിക്കോട്ടെ അല്ലെങ്കിൽ നേർച്ചയാക്കിയ നോമ്പായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ഫർദായ നോമ്പുകളുടെ നിയ്യത്താണെങ്കിൽ രാത്രി തന്നെ സംഭവിച്ചിരിക്കണം. രാത്രി തന്നെ സംഭവിച്ചിരിക്കണം എന്ന് വെച്ചാൽ സുബ്ഹി ബാങ്കിന് ഒരൽപ്പം മുമ്പെങ്കിലും സംഭവിച്ചിരിക്കണം. ആവശ്യം മനസ്സിലാക്കാം. അപ്പോൾ ഫർദായ നോമ്പ് ഒരാൾക്ക് ഈ ദിനം ഖദാ വീട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത വിഷയം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് നോമ്പ് ഖദാ ഉണ്ടെങ്കിൽ മാക്സിമം ആ ഖദാ ഉള്ള നോമ്പ്, ഫർദായ കാര്യങ്ങൾ മാക്സിമം
വീട്ടാനുള്ള ശ്രമം നടത്താം. ഇനി മറ്റു ദിനങ്ങളൊന്നും ഖദാ വീട്ടുന്നില്ല എങ്കിൽ ഈ ദിനങ്ങളെങ്കിലും ഉപയോഗപ്പെടുത്തി നമ്മൾ ഖദാ വീട്ടാം. പറ്റുമെങ്കിൽ ഇതുപോലത്തെ പ്രത്യേകമായ സുന്നത്തായ നോമ്പ് മാത്രം അനുഷ്ഠിച്ച് ഖദാ വീട്ടാൻ മറ്റു ദിനങ്ങൾ ഉപയോഗപ്പെടുത്തി ഖദാ വീട്ടുന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട നല്ല ഒരു കാര്യം തന്നെയാണ്. ഇനി അങ്ങനെ മറ്റു ദിനങ്ങളൊന്നും ഉപയോഗപ്പെടുത്തി ഖദാ വീട്ടുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ദിനങ്ങളെങ്കിലും ഉപയോഗപ്പെടുത്തി ഖദാ വീട്ടുക. അങ്ങനെ ഒരാൾ റമദാന് മാസം ഖദായി പോയ നോമ്പ് മുഹറം 10 അനുഷ്ഠിക്കുകയാണ്. അങ്ങനെ അനുഷ്ഠിക്കുന്നതോടൊപ്പം ഒരു സുന്നത്തായ നോമ്പിന് കൂടി കരുതുകയാണ്. എന്നാൽ അവനിക്ക് അത് ലഭിക്കോ എന്നുള്ളതാണ് വിഷയം. അവിടെ ഫത്ഹുൽ മുനടക്കം പ്രബലമാക്കി നമ്മോട് പഠിപ്പിക്കുന്ന അഭിപ്രായം എന്ന് വെച്ചാൽ, അങ്ങനെ ഫറലായ നോമ്പ് നോറ്റ് വീട്ടുന്ന ഒരു വ്യക്തി അതോടൊപ്പം ഒരു സുന്നത്തിനെ കൂടി കരുതിയാൽ അവന്റെ ഫറലായ നോമ്പ് വീടുകയും ചെയ്യും, ഒപ്പം സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ റമദാൻ മാസം ഖദായി പോയ ഒരു വ്യക്തിയാണെങ്കിൽ റമദാൻ മാസം ഖദാ ആയ ഫറലാക്കപ്പെട്ട നോമ്പ് നാളെ ആഷുറായിന്റെ സുന്നത്ത് നോമ്പോടെ കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവനിക്ക് ഫറലായ നോമ്പ് വിടുകയും ചെയ്യും, സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് നേർച്ചയാക്കിയ വ്യക്തികളും ഇതേപോലെ തന്നെയാണ്. ചില ആളുകൾ ഒരു 2 നോമ്പ് ഞാൻ നോക്കാൻ നേർച്ചയാക്കി എന്നിങ്ങനെയൊക്കെ കരുതുമല്ലോ. അങ്ങനെ കരുതി നേർച്ചയാക്കിയ വ്യക്തികളാണെങ്കിലും ഇതേപോലെയാണ്. നേർച്ചയാക്കിയത് മൂലം ഫറലാക്കപ്പെട്ട നോമ്പ് നാളെ ആഷുറായിന്റെ സുന്നത്ത് നോമ്പോടെ കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിച്ചാൽ അവന്റെ നേർച്ചയാക്കിയ ഒരു നോമ്പ് വിടുകയും ചെയ്യും, ഒപ്പം സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം അവനിക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി നമ്മൾ ഇപ്പോൾ സംസാരിച്ചു. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രത്യേകം മനസ്സിലാക്കാം. ഈ ദിനം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട നല്ലൊരു കാര്യമാണ്. എന്നാൽ ചില ആളുകൾക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റില്ല. അതായത് ഒന്നിരിക്കൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല എന്നുള്ള കാരണങ്ങളെ കൊണ്ട്, ഒരു പക്ഷേ വലിയ അശുദ്ധിയിലൊക്കെ കടന്നു പോകുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊന്നും നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റില്ല. അങ്ങനെ ഏതൊരു കാരണം കൊണ്ടും നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല എങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ദിനങ്ങളെ നല്ല രൂപത്തിൽ നമ്മൾ കൊണ്ടാടാം. അപ്പോൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലി നമ്മളെ കൊണ്ട് പറ്റുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഈ ദിനത്തെ ധന്യമാക്കാം. അപ്പോൾ ദിക്റുകൾ അധികരിപ്പിക്കുക, അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മൾ അധികരിപ്പിക്കുക, സ്വതക്കകൾ അധികരിപ്പിക്കുക. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഈ ദിനത്തെ ധന്യമാക്കാം. ഒപ്പം മാക്സിമം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാനുള്ള ശ്രമം കൂടി നടത്താം. ഇനി ഈ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ദിക്റുകൾ കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ്. ഈ ദിക്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റു കുറച്ച് ദിക്റുകളുണ്ട്. അതൊക്കെ വരും വീഡിയോയിൽ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ഏതായാലും ഈ വീഡിയോയിൽ 1-2 ദിക്റുകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. എല്ലാ ആളുകളും സ്ക്രീൻ ശ്രദ്ധിക്കുക. ഒന്ന്, മുഹറം 10 അതായത് ആഷുറായിന്റെ രാത്രിയിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം എന്നുള്ള ദിക്ർ 70 പ്രാവശ്യം ചൊല്ലാൻ പറ്റുമെങ്കിൽ വളരെ നല്ല ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഖുർആനൊക്കെ ഓതാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ദിക്ർ എല്ലാവർക്കും ചൊല്ലാം. ഇനി ഈ ഖുർആനൊക്കെ ഓതാൻ പറ്റുന്ന ആളുകൾക്ക്, അതായത് ശുദ്ധിയായ ഒരു അവസ്ഥയിലൂടെ തന്നെ കടന്നു പോകുന്ന ആളുകൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതായത് സൂറത്തുൽ ഇഖ്ലാസ്, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഈ സൂറത്ത് 1000 പ്രാവശ്യം ഈ ആഷുറായിൻ്റെ ദിനം ഓതുകയാണെങ്കിൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇനി 1000 പ്രാവശ്യം പറ്റുന്നില്ല എങ്കിൽ നമുക്ക് പറ്റുന്നത്ര പ്രാവശ്യമെങ്കിലും നമ്മൾ ഓതുക. ഇങ്ങനെ ഓതുന്നതൊക്കെ വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ ചൊല്ലേണ്ട മറ്റു കുറച്ച് ദിക്റുകളെ പറ്റിയൊക്കെ വരും വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ഇന്നത്തെ വീഡിയോ കൂടുതൽ വലിച്ചു നീട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പുണ്യമാക്കപ്പെട്ട രാത്രികളിലും പകലുകളിലുമൊക്കെ നിങ്ങളുടെ ദുആകളിൽ പ്രത്യേകം ഈ വിനീതനായ എന്നെയും മാതാപിതാക്കളെയും ഉസ്താദുമാരെയും മറ്റു കുടുംബക്കാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം വസീത് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യും. അല്ലാഹു നമ്മെല്ലാവരെയും ഇരു ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്നൊരിക്കൽ കൂടി ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും.